ഹലോ ഫ്രണ്ട്സ്, വീനീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേടിൻ്റെ കറിയാണ്. പുളിമുളക് ഇട്ട ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മീനിനെ വൃത്തിയാക്കി കൊണ്ടുവരാം. മീൻ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ. നമുക്കിനി കറി വയ്ക്കാൻ തുടങ്ങാം. കറി വയ്ക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ വഴറ്റാനുള്ളതാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. തക്കാളി ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളകും വേണം. ഇത് വഴറ്റിയെടുക്കണം. ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും 2 പച്ചമുളകും കീറിയതും കൂടെ ഇട്ട് കൊടുക്കാം. ഇളക്കി ഉള്ളിയിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ട് വരും. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് മൂടി തുറന്ന് ഉള്ളി ഇളക്കി കൊടുക്കാം. കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്ത് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് കഴിക്കാം. തക്കാളി നല്ലവണ്ണം വെന്തുടയണം. തക്കാളി വേവുന്ന സമയത്തിന് നമുക്കിതിൻ്റെ അരപ്പ് മിക്സിയിൽ അടിച്ചു കൊണ്ടുവരാം. 2 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇതെല്ലാമാണ് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ടുള്ളത്. പിന്നെ കുറച്ച് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെള്ളം ഒഴിച്ചിടണം. പുളിയും വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിക്കകത്ത് അരച്ചു കൊണ്ടുവരാം. അരപ്പ് തയ്യാറാക്കുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി അതിൽ ചേർത്ത് കൊടുത്ത് വേണം അരച്ചെടുക്കാൻ. നമ്മുടെ തക്കാളി വെന്തുടഞ്ഞൊന്ന് നോക്കാം. നല്ലവണ്ണം വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളി. നമ്മുടെ മിക്സിയിലടിച്ച അരപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. നല്ലവണ്ണം പേസ്റ്റ് പരുവത്തിന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് കുറച്ച് സമയം ഈ ഉള്ളിയുടെയൊക്കെ കൂടെ കിടന്നിട്ട് വഴറ്റി എടുക്കണം. അത് അരപ്പ് ഇപ്പോൾ വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സി കഴുകി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് ഇളക്കി അത് തിളച്ച് വരട്ടെ. നമുക്ക് ഈ അരപ്പിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് തിളച്ച് വരട്ടെ നല്ലോണം. എന്നിട്ട് കഷ്ണങ്ങൾ ചേർക്കാം. അടച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തിള വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. തിളച്ച് വന്നിട്ടുണ്ട്. കറി നല്ലോണം തിളച്ച് വന്നു. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇത് പുളിയും മുളകും ചേർത്ത് വറ്റിച്ച കറിയാണ് ഉണ്ടാക്കുന്നത്. മീൻ ഇട്ടതിന് ശേഷം ചെറുതായി മീൻ ഉടയാതെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. ഇനി അടച്ച് വയ്ക്കാം.
ഇനി കറിയുടെ മൂടി തുറന്ന് നോക്കാം. കറി തിളച്ച് വേകുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മതി, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചുകൂടി ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കും. ഒരുപാട് ഇളക്കണ്ട, ചുറ്റിച്ചു കൊടുത്താലും മതി. ചുറ്റിച്ചു കൊടുത്തിട്ട് വീണ്ടും മൂടി വയ്ക്കാം. ഇനി നമുക്ക് കറിയുടെ മൂടി തുറന്ന് നോക്കാം. അത് ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. നല്ലോണം കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ച് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കറി ഇറക്കി വയ്ക്കാം. കറി നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.